നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോയുടെ ഭാഗമായ ഓട്ടോ എക്സ്പോയുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം പുതിയ ലോഞ്ചസിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു ഓട്ടോ എക്സ്പോയാണ് ഇത്തവണ കഴിഞ്ഞു പോയത്. അപ്പോൾ ഓട്ടോ എക്സ്പോയുടെ രണ്ടാം ദിവസത്തെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപ് ചാബ്രിയ DC ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയ ഒരു മോഡലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, DC ഡിസൈൻസ് അവന്തി എന്ന സ്പോർട്സ് കാറൊക്കെ ആയിട്ട് വന്നത്. അതിനുശേഷം പുള്ളി കുറച്ച് നികുതിയൊക്കെ വേണ്ടിയിട്ട് ജയിലിലൊക്കെ ആയിപ്പോയി. അതിനുശേഷം തിരിച്ചു വരുന്നത് ദ ബാക്ക് വിത്ത് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ടാങ്ക് എന്ന് പറയുന്ന ഒരു ഓഫ് റോഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഇലക്ട്രിക് ആണ് എന്നുള്ള കാര്യമാണ്. റേഞ്ച് ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല. എന്തായാലും 2026 വിപണിയിൽ എത്താൻ പോകുന്ന ഒരു വാഹനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രണ്ട് സ്ക്രാച്ചസ് നിർമ്മിച്ചെടുത്തതാണ്. അതായത് ഇത് മറ്റ് ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം പോലും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം സ്വയം DC തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്ത പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ മുൻഭാഗമൊക്കെ വളരെ രസകരമാണ്. അത് കറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ വില ഏകദേശം 50 to 60 ലക്ഷം രൂപയായിരിക്കും എന്നാണ് DC പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് പോയതേ ഉള്ളൂ. എന്തായാലും വളരെ രസമുള്ള മുൻഭാഗമൊക്കെ എന്താ പറയുക, ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഓഫ് റോഡറിൻ്റെ രൂപവും ഭാഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. ടയറിൻ്റെയൊക്കെ സൈസ് ഉണ്ടല്ലോ, ഞെട്ടിക്കുന്ന ടയർ സൈസ്. മുൻഭാഗമൊക്കെ ആണെങ്കിലും വളരെ രസകരം. പക്ഷേ വളരെ ചെറിയ ഹെഡ് ലാമ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടാങ്ക് എന്നുള്ള പേര് തീർച്ചയായിട്ടും ഇതിന് ചേരുമെന്ന് തോന്നുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു വാഹനമാണിത്. ഓപ്പൺ ചെയ്തൊന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റീരിയർ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കൂ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ സംഭവങ്ങളൊന്നും അവരങ്ങനെ വെളിവിടാത്തതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനാവില്ല. എന്തായാലും ഇത് ഒരു പ്രൊഡക്ഷൻ വാഹനം തന്നെയാണ്. അതായത് ഇതേ രൂപത്തിൽ തന്നെയായിരിക്കും പ്രൊഡക്ഷനിൽ വരുന്നത്. 2026 വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. DCയുടെ കാര്യത്തിൽ DC ആദ്യമായിട്ട്, അതായത് തുടക്കത്തിലൊക്കെ ചേരുന്നത് തന്നെ വലിയ വാഹനങ്ങളിലൊക്കെ ഇൻറ്റീരിയർ ഒരു ലോഞ്ച് ടൈപ്പ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ലോഞ്ച് ആക്കി മാറ്റിയ ഒരു വെൽഫെയറാണ് നിങ്ങൾ കാണുന്നത്. ഇതാ ഒരു എന്താ പറയേണ്ടത്, ഉൾഭാഗം പാടെ മാറ്റിയെടുത്തിരിക്കുകയാണ്. നല്ല ഗംഭീരമായിട്ട് മാറ്റിയെടുത്തിരിക്കുന്നു. സീറ്റുകളുടെ എണ്ണമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന 4 സീറ്റുകൾ മാത്രമാക്കിയിരിക്കുകയാണ്. വെൽഫെയർ എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുക ഇത് വെൽഫെയർ ആണെന്നുള്ള കാര്യം. കാരണം ഇൻറ്റീരിയറിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റിയിട്ട് സീറ്റിൻ്റെ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും വന്നിരിക്കുകയാണ്. അതായത് ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ചിനകത്തിരിക്കുന്ന അതേ ഫീല് തന്നെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് ഓൺ അല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ സാധിക്കില്ല. ഇവിടെയൊക്കെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം സ്ക്രീനിലാക്കിയിട്ടുണ്ട്. ഈ 2 സൈഡിലും കൊടുത്തിരിക്കുന്നത് അത് രസകരമായിട്ടുണ്ട്. അത് ക്ലോക്കാണ്, ഡിജിറ്റൽ ക്ലോക്ക് അല്ല, അനലോഗ് ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് രസകരമായിട്ടുണ്ട്. അതുപോലെ മേൽഭാഗത്തെല്ലാം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിരുന്നാൽ മതി, സുഖമായിട്ടിരിക്കാം. ഇവിടെയൊക്കെ കപ്പ് ഹോൾഡേഴ്സൊക്കെ ഫോൺ ഹോൾഡേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം ഉയരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഓഫ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പൂർണ്ണമായും കാലൊക്കെ നീട്ടി വെച്ച് സുഖമായിട്ടിരുന്ന് കഥയൊക്കെ പറഞ്ഞു പോകാൻ പറ്റുന്നൊരു വാഹനമാണ്. പക്ഷേ ഇത് ഡ്രൈവർ സൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് ആണ്. ഡ്രൈവർ സൈഡിലേക്ക് ഇത്രയും കംഫർട്ട് ലെവൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് ഒരു അൾട്ടിമേറ്റ് കംഫർട്ട് ലെവലാണ്. ഈ സീറ്റ് അങ്ങേയറ്റം സ്ലാൻഡ് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ, അതുപോലെ ചാരി പൂർണ്ണമായും സ്ലാൻഡി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം. അതാണ് വെൽഫെയറിൻ്റെ DC എഡിഷൻ. ഇനി 3 വീലറിലുമുണ്ട് DC സ്പർശം എന്ന് പറയുന്ന രീതിയിൽ ഒരു വെങ്കച്ചവടം തടഞ്ഞുപോയി. അപ്പോൾ എക്സ്റ്റീരിയറിൽ മാത്രമല്ല ഇൻറ്റീരിയറിലും ആ DCയുടെ കരസ്പർശം സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ സാറിന് കാണാൻ വലിയ ഭംഗിയുള്ള സംഭവങ്ങളൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസൈൻ രീതിയിൽ പാട് മാറിയിട്ടുണ്ട്.
നല്ല ഗംഭീരമായ ഹാൻഡിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ അതും വളരെ ഓപ്പണായിട്ടുള്ള ഏരിയ, അതും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാവുന്ന രീതിയിലുള്ള സുഖമായി കാലൊക്കെ നടുക്ക് വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ നിറവും അതിൻ്റെ ആ ഡിസൈനൊക്കെ ഭംഗിയായിട്ടുണ്ട്. മുൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും നല്ല രസമുള്ള ഡിസൈൻ, നല്ല ഹെഡ്ലൈറ്റ്, അതുപോലെ ഈവൻ മഡ്ഗാർഡ് പോലും അതിൻ്റെ ഡിസൈൻ രീതികളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലുമുണ്ട് DC-യുടെ ഒരു കരസ്പർശം എന്നാണ് പറയേണ്ടത്. ഇലക്ട്രിക്കാണ് സാധനം. അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായ മൾട്ടിപർപ്പസ് വാഹനമാണ് ഫോഴ്സിൻ്റെ അർബേനിയയുടെ ഉൾഭാഗം DC മാറ്റിയെടുത്തിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ DC-യുടെ ആ ഒരു കയ്യൊപ്പല്ല, ഇത് കാലപ്പല്ല, കാലയുള്ള സ്ഥലമാണ്, കാലപ്പാണ്. കാലപ്പുള്ള ഈ സ്ഥലം കയറി കഴിഞ്ഞാൽ അകത്തേക്ക് വരുമ്പോൾ ഇതാ തകർപ്പനായിട്ടാണ് ഇൻറ്റീരിയർ മാറ്റിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില ക്യാരവൻ ചെയ്തെടുക്കുന്നവരുടെ ഒരു രീതിയല്ല. അതിൽ കുറച്ചൊക്കെ തടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് തടി ഐറ്റംസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇതുവഴി ഇങ്ങനെ നടന്ന് ഇവിടെ വരുമ്പോൾ ഇത് ടോയ്ലറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടോയ്ലറ്റ് ശ്യാം കാണിക്കുന്നതായിരിക്കും. അകത്തേക്ക് വെക്കോ ശ്യാമേ. ടോയ്ലറ്റൊക്കെ വളരെ ഒതുക്കി ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. എന്നാൽ കിച്ചൺ പോലുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ സീറ്റിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് എല്ലാം സ്ക്രീനാണ്. കണ്ടോ, സ്ക്രീനിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്തൊക്കെയുള്ള ലൈറ്റിംഗ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതും നല്ലതാണ്. കാരണം അവിടെ ഇത്രയും പേര് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ 2 പേര് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ വലിയ TV കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഈ ബ്ലൈൻഡുകൾ ഓപ്പൺ ചെയ്യാനൊക്കെയുള്ള സ്വിച്ചുകളാണ് ഈ കൊടുത്തത്. സൈഡിലെ ബ്ലൈൻഡൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. അങ്ങനെ എല്ലാം തകർപ്പനായിട്ട് കൊടുത്തിട്ടുണ്ട്. DC സംഭവം കേട്ടോ, തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റൂ. എല്ലാം സ്വന്തമായി തന്നെ ഡിസൈൻ ചെയ്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് ടൊയോട്ട ഹൈക്രോസ് ആണ്. ഹൈക്രോസിൻ്റെ ഉൾഭാഗം അദ്ദേഹം മാറ്റിയെടുത്തിരിക്കുന്നത് കണ്ടോ, ഞെട്ടിച്ച് തരിച്ചു പോകും. ഇത് പക്ഷേ 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളെങ്കിലും ശരിക്കും നമ്മുടെ ബെഡ്റൂമിൽ ഇരിക്കുന്ന അതേ ഫീൽ കിട്ടുന്ന, സോറിയല്ല ബെഡ്റൂം അല്ലല്ലോ, സ്വീകരണ മുറിയിലിരിക്കുന്ന അതേ ഫീലാണ്. വമ്പൻ ഒരു TV സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി സീറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് 2 സീറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടും സ്ലാൻഡ് ചെയ്ത് കിടക്കാവുന്ന രീതിയിലുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡുകളും എല്ലാം സൈഡിലൊക്കെ കൊടുത്ത് ഗ്ലാസ് ഏരിയ ഒക്കെ പൂർണ്ണമായിട്ടും അടച്ച് വളരെ സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമാക്കി മാറ്റിയിരിക്കുന്നു. ഐ സൈഡിൽ കണ്ടോ സ്വിച്ചുകളുടെ മറ്റേ ടച്ച് സ്വിച്ചുകളുടെ ധാരാളം ഒരു വലിയ നിര തന്നെ അവിടെ കാണാം. അതുപോലെ മേൽഭാഗത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്ര ഖചിതമാണ് എന്ന് പറയാം. മിന്നിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ കണ്ടല്ലോ. പിന്നെ മുകളിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് ലൈറ്റും ഒക്കെ വെച്ച് അതും കിഡിലനാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനത്തെ ഇത്രയും മനോഹരമാക്കി എടുത്തു എന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല. ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്ന് ആലോചിച്ചത്, നമ്മുടെ നാട്ടിൽ ജനിക്കുകയും സുവർണ എന്ന പേരിലൊക്കെ അഭിനയിക്കുകയും ചെയ്ത, തമിഴിൽ രജനീകാന്തിൻ്റെ സിനിമകളിലൊക്കെ അഭിനയിച്ച
സുവർണയുണ്ട്, പാലക്കാരിയാണ്. സുവർണയുടെ ഒരു ഹോണ്ട സിറ്റി എനിക്ക് തോന്നുന്നു അവരുടെ വെഡിങ് ആനിവേഴ്സറി ഹസ്ബൻഡിനോട്ട് പ്രസൻറ്റ് ചെയ്തത്, ഗിഫ്റ്റ് ചെയ്തത് ഞാൻ പാലായി ചെന്നിരിക്കും പണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ഹോണ്ട സിറ്റിയുടെ ഉൾഭാഗം DC മാറ്റിയെടുത്തതാണ് അന്ന് സുവർണയ്ക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അതിൽ 2 സീറ്റൊക്കെ വെച്ച് കിടിലനാക്കിയിരുന്നു. അപ്പോൾ എത്ര വർഷം മുമ്പാണെന്ന് ആലോചിച്ച് നോക്കുക. അന്ന് തൊട്ടേ DC ഇതെല്ലാം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ സൈഡിൽ ഡോർ പാഡിലൊക്കെ ഉണ്ടോ, ഡോർ പാഡിൽ ഇവിടെ കപ്പ് ഹോൾഡറൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ കൺസീൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈവൻ ഈ ഡോറുകൾ പോലും ചെറുതാക്കി, വളരെ ചെറിയ ഡോറല്ല, ഗ്ലാസ് ഏരിയ ഒക്കെ ചെറുതാക്കി, വളരെ ചെറുതാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിൽ പോലും അങ്ങനെ വലിയ മാറ്റങ്ങളില്ല. അതിൻ്റെ പിന്നിലേക്കാണ് വലിയ മാറ്റങ്ങൾ. ഇവിടെ സീറ്റൊക്കെ മാറ്റി മൊത്തത്തിലൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും DC വീണ്ടും അങ്ങേക്ക് എല്ലാവിധ ആരോഗ്യങ്ങളും നേരുന്നു. തകർപ്പൻ ഒരു ഡിസൈനർ തന്നെയാണ് DC എന്നുള്ളത്, അതിന് സംശയമില്ല. വോൾവോയുടെ 9600 ആണ് പ്ലാറ്റ്ഫോം മാത്രം വാങ്ങിച്ച് ഇങ്ങനെ DC മാറ്റിയെടുത്തിരിക്കുന്നത്. ഇത് ഒരു ഷോറൂമാണ്, ഗോൾഡ് മെഡൽ എന്ന സ്വിച്ചുകളുടെയും മറ്റും ഷോറൂമാണ്. അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് സ്വിച്ചുകളും മറ്റും ആവശ്യമുണ്ടെങ്കിൽ ഗോൾഡ് മെഡൽ നിങ്ങളുടെ വീടിന് മുന്നിൽ ഈ ഒരു വാഹനം കൊണ്ടുവന്ന് നിർത്തുന്നു. നിങ്ങൾക്ക് ഇതിലിരുന്നു കൊണ്ട് അവരുടെ എല്ലാ പ്രൊഡക്ട്സും കാണാൻ സാധിക്കും. ആ രീതിയിലാണ് ഇത് മാറ്റിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു എന്താ പറയുക, പവലിയൻ എന്ന് പറയുന്നത് വളരെ കൺജസ്റ്റഡ് ആയതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം എക്സ്റ്റീരിയർ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് കണ്ടില്ലേ, ഇതിന് ബസ്സിൻ്റെ ഉൾഭാഗമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് മാറ്റിയെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കാണുന്ന ചില വാഹനങ്ങളുടെ ഇൻറ്റീരിയർ പോലെ തോന്നുന്നു. വേറൊരു രസകരമായ കാര്യമുണ്ട്, അത് നമ്മൾ പറയണമല്ലോ. അതായത് ഇത്രയും കാലം, അതായത് ഇപ്പോൾ വളരെ അടുത്ത കാലം ആണ് നമ്മൾ DC ഡിസൈൻസിന് ഉള്ളിൽ പോലും കയറാൻ സാധിച്ചിരിക്കുന്നത്. ഇത്രയും കാലം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ വരുമ്പോൾ ഈ ലോക്കൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര പുച്ഛമായിരുന്നു DC ഡിസൈനൊക്കെ. പക്ഷേ അതിനുശേഷം അദ്ദേഹം കുറച്ച് കാലം ജയിലിലേക്ക് കിടന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം മര്യാദ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന് വാഹനങ്ങളൊക്കെ കാണിച്ചു തരുന്നു. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഈ സൈഡിലൊക്കെയുള്ള കാര്യങ്ങൾ, ഇവിടെ എല്ലാം സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ സൈഡിലേക്കുള്ള ഡോറുകളും മറ്റും തുറന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളതാണ്. കണ്ടില്ലേ, ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞതിൻ്റെ ഓരോ ഡോറും തുറക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. സംഭവം രസകരമായിട്ടുണ്ട്. അതുപോലെ സ്ക്രീനുകളും മറ്റുമുണ്ട്, എല്ലാം കൊടുത്ത് ഗംഭീരമായി. എനിക്ക് ഈ ബസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. ബസ്സുകളുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗി വരുന്നൊരു കാര്യമാണ്. ഏതായാലും DC ആണ് ആ കാര്യത്തിൽ പണ്ടുകൊണ്ട് തന്നെ പുലി എന്ന് പറയാവുന്നത്. ഫ്ലോറൊക്കെ കണ്ടില്ല, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാര്യം ജയിലിലേക്ക് കിടന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ഇവിടെ എത്തുമ്പോഴാണ് ഇതൊരു ബസ്സാണ് എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നത്. അതുവരെ ബസ്സാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കി, ഇത് ഈ ക്യാബിൻ കണ്ടില്ലേ, ക്യാബിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെയിൽ കൊണ്ട് ചാകുമെങ്കിലും സംഭവം രസകരമായിട്ടുണ്ട്. ഡ്രൈവർ നല്ല 360 ഡിഗ്രി വ്യൂ കണ്ടുകൊണ്ടായിരിക്കും ഓടിക്കാൻ പോകുന്നത്. താങ്ക് യു. അപ്പോൾ അങ്ങനെ ഗംഭീരമായ ഒരു അനുഭവമായിരുന്നു DCയുടെ ഈ ഒരു ബസ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം മാത്രമാണ് വോൾവോയിൽ നിന്നെടുത്ത്, ബാക്കി പൂർണ്ണമായിട്ടും DC നിർമ്മിച്ചെടുത്താണ്. അതിന് തീർച്ചയായിട്ടും പുള്ളിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തുന്നു.
അപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോയുടെ ഭാഗമായിട്ടുള്ള ഓട്ടോ എക്സ്പോയുടെ 2ാം ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ക്രെറ്റ EV ഒക്കെ കാണിച്ചിരുന്നു. അതിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. 17 ലക്ഷം രൂപയിൽ തുടങ്ങി 23.5 ലക്ഷം രൂപയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ വാഹനം കൊച്ചിയിലെ പോപ്പുലർ ഹുണ്ടായിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ചെന്നാൽ വാഹനം കാണാം. അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും 473 കിലോമീറ്റർ റേഞ്ചുള്ള നമ്മുടെ പ്രിയപ്പെട്ട ക്രെറ്റയുടെ ഒരു EV രൂപമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ മികച്ച ഒരു യാത്രാനുഭവവും അതുപോലെ തന്നെ വളരെ എക്കണോമിക്കലായിട്ടുള്ള ഡ്രൈവിങ്ങും ഒക്കെയാണ് ഈ ഒരു EV നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അതിൻ്റെ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേരാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളിക്കുക. അതുമാത്രമല്ല, ഹ്യുണ്ടായുടെ ഏതൊരു വാഹനം കേരളത്തിൽ എവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. എന്നിട്ട് വാഹനം ബുക്ക് ചെയ്യുമ്പോൾ ബൈജു നായർ എന്ന ഈ മനുഷ്യൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നത് പറഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ വിളിക്കുക. എന്നിട്ട് ഏറ്റവും പുതിയ ക്രെറ്റ EVയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹ്യുണ്ടായി വാഹനമോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഉള്ളതൊക്കെ നന്ദി. ബൈ.